4 സകാരങ്ങളെ ഉപാസിക്കാൻ ഹിന്ദു സമാജത്തെ പ്രേരിപ്പിക്കണം. 4 സകാരങ്ങൾ. സമ്പത്ത്, നമുക്ക് സമ്പത്ത് വേണം. സന്താനം, നമുക്ക് സന്താനങ്ങൾ വേണം. സംസ്കാരം, ആചരണങ്ങള്, അറിവ്, അതെല്ലാം ചേർന്നുണ്ടാക്കുന്ന സംസ്കാരം. സംഘടന, ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം. ഈ 4 സകാരങ്ങളെ ഉപാസിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാമോ? ഒരു ന്യൂനതയും വന്നിട്ടില്ല, ഒട്ടുവരികയുമില്ല. അതിന് നമ്മുടെ സമാജത്തെ പ്രാപ്തമാക്കുക. ഹിന്ദു എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരമാണ്. അത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാ നദികളെയും ഉൾക്കൊള്ളുന്ന കടൽ പോലെ വളരെ വലിയൊരു സംസ്കാരമാണ്. വിവേകാനന്ദനൊക്കെ അമേരിക്കയിൽ പോയി സംസാരിച്ചത് ഞങ്ങൾ വളരെ ഇൻക്ലൂസീവായ ഒരു സംസ്കാരത്തിൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്, അങ്ങനെയുള്ളൊരു സംസ്കാരത്തെ ലോകത്തെ പഠിപ്പിക്കാനാണ് ഞാൻ വന്നത് എന്നൊക്കെ വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണ ഈ സനാതന ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ വാക്താക്കൾ പ്രസംഗിക്കാറ്. പക്ഷെ അവരുടെ ഉള്ളിരിപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതുപോലെയുള്ളൊരു പ്രസംഗം കേൾക്കണം. ഇവിടെ സ്വാമി പറയുന്നത് എന്താണ്? ഹിന്ദു സമാജത്തിലുള്ള ഒരു 4 സകാരങ്ങൾ. ഏതൊക്കെ? സമ്പത്ത്, സന്താനം, സംസ്കാരം. സംസ്കാരം എന്ന് പറഞ്ഞാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, പിന്നെ സംഘടന. ഇത് 4 ഉണ്ടാക്കണം, എന്നാലും നമുക്ക് യാതൊരു ന്യൂനതയും വരില്ല. എന്താ അതിൻ്റെ അർത്ഥം? മറ്റവന്മാർക്ക് ഇതൊക്കെ ഉണ്ട്, സമ്പത്തുണ്ട്, സന്താനമുണ്ട്, സംസ്കാരമുണ്ട്, സംഘടന ഉണ്ട്. അപ്പം നമ്മളും ഇതൊക്കെ ഉണ്ടാക്കണം. നമ്മളൊരു ചാനമരം തീരെയാണ് ഈ ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. അതായത് മറ്റു മതങ്ങളിലുള്ളവർക്ക്, സെമിറ്റിക് മതങ്ങൾക്കുള്ളവർക്ക് നല്ല സമ്പത്തുണ്ട്, അവർക്ക് കച്ചവടം ചെയ്യാനറിയാം, അവർ നല്ല സന്താനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവരെണ്ണം കൂട്ടുന്നുണ്ട്, അവർ സംഘടനാ ശക്തി ഉണ്ട്, അവരെല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, അല്ല എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ സംഘടനാ ശക്തി ഒന്നുമില്ല, നമുക്ക് ഒത്തൊരുമയില്ല. അപ്പം അതേപോലെ നമ്മൾ പഠിക്കണം. മറ്റു മതങ്ങളോടുള്ള അസൂയയിൽ നിന്ന്, മറ്റു മതങ്ങളോടുള്ള അസൂയ കലർന്ന ഒരു വെറുപ്പിൽ നിന്നാണ് ഈ ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഉണ്ടാവുന്നത്.